ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ കുറച്ച് കമൻറ്റ്സ് പെട്ടെന്ന് നോക്കിയിട്ട് പോവാണേ. ആദ്യമായിട്ട് സാമ ടിപ്സ് എന്ന് പറയുന്ന അക്കൗണ്ടിന് ചോദിച്ചിരിക്കുന്നതാണ് പറയുന്നത്. റിനി പറഞ്ഞത് നമ്മൾ എഫ് ബിയിൽ ഇടുന്ന ലോങ് വീഡിയോ ആ പേജിൽ റീൽസ് ഇടുന്നില്ലെങ്കിൽ മറ്റൊരു പേജിൽ റീൽസായി ഇടാമെന്നാണോ? കോപ്പിറൈറ്റ് വരില്ല എന്നാണോ? പ്ലീസ് റിപ്ലൈ. ഇതിനുള്ള ക്ലിയർ ആയിട്ടുള്ള റിപ്ലൈ ഞാൻ പറയാം. നമ്മൾ ആ പേജിൽ തന്നെ റീൽസായിട്ട് ഇടുന്നതിനുള്ള ഒരു കുഴപ്പമില്ല. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടേക്കുന്നത് അപ്ലോഡ് ചെയ്യാതെ തന്നെ ആ ലോങ് വീഡിയോയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ റീൽസ് ഇടുന്നത് എന്നുള്ളതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ ആ വീഡിയോയുടെ റീൽസ് ആ പേജിൽ ഇടാതെ വേറൊരു പേജിൽ നിങ്ങളുടെ തന്നെ ഓണായിട്ടുള്ള ഒരു പേജിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നത്. കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ വീഡിയോ ആണ്, നിങ്ങളുടെ തന്നെ പേജുകൾ ആവുന്നത് കൊണ്ടും വേറൊരാളിൽ നമുക്ക് സ്ട്രൈക്കോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരത്തില്ല. മനസ്സിലായില്ലേ? വേറൊരാൾ നമുക്ക് സ്ട്രൈക്കൊന്നും തരത്തില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതല്ലെങ്കിൽ നമുക്ക് ഈ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ഫേസ്ബുക്കിന് അറിയത്തില്ല, ഇത് ഫേസ്ബുക്കിന് അറിയത്തില്ലെന്നല്ല, ഫേസ്ബുക്കിന് അറിയെങ്കിലും അവർ ബോധേഡല്ല. നിങ്ങൾ തന്നെയാണ് ആ പേജിൻ്റെ അഡ്മിൻ, ഈ പേജിൻ്റെ അഡ്മിൻ, അതുകൊണ്ട് അവരുടെ തന്നെ വീഡിയോ ഇങ്ങോട്ട് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനല്ല അവർ പറയുന്നത്. ആ പേജിലെടുത്ത സാധനം ഇവിടെ ഇടാൻ പാടില്ല എന്നാണ്. അല്ല പിന്നെ അവിടെ ഇട്ടേക്കുന്ന സാധനം നിങ്ങൾ അവിടെ ഇടാതെ ഇവിടെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ പേജിൽ തന്നെ ഇടുന്നില്ല, വേറൊരു പേജിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എഡിറ്റ്, എന്തെങ്കിലും ഒരു ചേഞ്ചസ് അതിൽ വരുത്തിയിട്ടിടുന്നത് തന്നെയായിരിക്കും ബെറ്റർ. ത്രോട്ടിന് ഇച്ചിരി പ്രോബ്ലം ഉണ്ട് കേട്ടോ, എൻ്റെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം ആ പേജിലിടുന്ന സാധനം എന്തെങ്കിലും എഡിറ്റ് ചെയ്യാതെ ഈ പേജിൽ ഇടരുത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ നമ്മൾ എന്ത് സംഭവമാണെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇടുമ്പോഴാണ് ഈ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് വരുന്നത്. അപ്പോൾ ചേഞ്ചസ് വരുത്തിയിട്ട് മാത്രം ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. വേറൊരാൾ നമുക്ക് സ്ട്രൈക്ക് തരാനില്ലെങ്കിലും ഈ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് വരും എന്നുള്ളത് കുറേ ആയി കഴിയുമ്പോൾ അവിടെ ഇട്ടേക്കുന്ന സാധനം തന്നെ ഇവിടെ വരുമ്പോൾ അതിനുള്ള സാധ്യത കൂടുതലാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് മാത്രം വേറൊരു പേജിൽ ഇടുക കേട്ടോ. ഇനിയും ഫേസ്ബുക്ക് പെയ്ഡ് കാണിക്കുന്ന ആമി ഏജ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഫേസ്ബുക്ക് പെയ്ഡ് കാണിക്കുന്നുണ്ട്, ബട്ട് അക്കൗണ്ടിൽ ക്യാഷ് വന്നിട്ടില്ല, പിന്നെ ഹോൾഡ് കാണിക്കുന്നു. പെയ്ഡ് എന്ന് കാണിച്ചെന്നുണ്ടെങ്കിൽ പിന്നെ ഹോൾഡ് കാണിക്കുന്നത് നിങ്ങളുടെ ആ എമൗണ്ട് ആയിരിക്കത്തില്ല. പെയ്ഡ് എന്ന് ഫേസ്ബുക്കിലെ ട്രാൻസാക്ഷൻ പേ ഔട്ടിൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ആ പോർഷനിൽ പോയി നോക്കിയിട്ട് ഓവർവ്യൂവും അതിൻ്റെ ഇപ്പുറത്തെ ട്രാൻസാക്ഷൻ അവിടെ പോയി നോക്കിയിട്ട് പെയ്ഡ് കാണിക്കുന്നെങ്കിൽ 100% നിങ്ങളുടെ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് കാണും. നമ്മളുടെ അക്കൗണ്ടിൽ വരുന്നതിനാണ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ആ പെയ്ഡ് കാണിച്ചിട്ട് അതിനകത്ത് കാണിച്ചിട്ട് ഒരു 2-3 ഡേയ്സ് മാക്സിമം, അത് കഴിഞ്ഞ് നമുക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ട്രാൻസാക്ഷൻ്റെ അവിടെയാണോ ഹോൾഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നെങ്കിൽ നിങ്ങൾ ഓർക്കുക, അത് നമ്മുടെ അടുത്ത മാസം മീൻസ് 100 ആകാത്തത് കൊണ്ടാണ് അവർ ഹോൾഡ് കാണിക്കുന്നത്. എപ്പോഴാണോ നമ്മുടെ ടോട്ടൽ എമൗണ്ട് 100 ആകുന്നത്, അപ്പോൾ നമ്മുടെ പ്രോസസ്സിങ്ങിലേക്ക് പോകും. ഈ ഹോൾഡ് എന്ന് പറയുന്ന സാധനം പ്രോസസ്സിങ് കാണിക്കും. പ്രോസസ്സിങ് കഴിയുമ്പോഴാണ് പെയ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്തു. 100 ആകാത്തതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പം വേറൊരു ഓളം എന്ന് പറയുന്ന ചാനൽ ചോദിക്കുന്നത്, ഇപ്പോൾ 5000 ഫോളോ മതിയല്ലോ എന്ന് ചോദിച്ചിരിക്കുന്നത്. പഴയ ഒരു വീഡിയോ ഇട്ടേക്കുന്നതിനാണ് ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമൊക്കെ പറയുന്നത്. പക്ഷേ സബ്സ്ക്രിപ്ഷന് 5000 അല്ല കേട്ടോ, 10,000 സബ്സ്ക്രിപ്ഷന് വേണം. ഇൻസ്ട്രീം ആഡിനാണ് നമുക്ക് 5000 വേണത്. സബ്സ്ക്രിപ്ഷൻ ഇതുവരെ മാറിയതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ, അങ്ങനെ ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. സബ്സ്ക്രിപ്ഷൻ ഇപ്പോഴും 10,000 തന്നെയാണെന്നാണ് എൻ്റെ അറിവ്. അടുത്തത്, കഴിഞ്ഞ മാസം എനിക്ക് ഫോട്ടോസിന് നല്ല ലാക്സ് വ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് മുൻപത്തെ മാസത്തെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ 4/1 ഭാഗം പോലെ ഏണിങ് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഫോട്ടോസിന് വ്യൂ എന്ന് പറയുമ്പോൾ എന്നാ ഉദ്ദേശിക്കുന്നത്? ലൈക്സ് ഒക്കെയാണോ? ലൈക്സോ കമൻസോ ഷെയറോ? വ്യൂ വന്നിട്ട് കാര്യമില്ല. ഫോട്ടോ ഇത്ര പേര് നമ്മൾ ഇംപ്രഷൻ കണ്ടു എന്നുള്ള ഇൻസൈറ്റിൽ പോകുമ്പോൾ ഇത്ര പേര് കണ്ടു, ഇത്ര പേരിൽ റീച്ച് ചെയ്തു എന്നുള്ളതല്ല. അതിനകത്ത് വരുന്ന റിയാക്ഷനാണ് കിട്ടുന്നത് കേട്ടോ. അതിനകത്ത് എത്ര ലൈക്ക് വന്നു, എത്ര വ്യൂ കിട്ടിയെന്ന് പറഞ്ഞാലും എത്ര ലൈക്സ് അതിന് വന്നു, എത്ര കമൻസ് അതിന് വന്നു, എത്ര ഷെയർ അതിന് വന്നു, അത് മാത്രം നോക്കിയിട്ടാണ് നമുക്ക് പെർഫോമൻസ് ബോണസ് കിട്ടുന്നത്. അപ്പം ഇനി ചിലപ്പോൾ കിട്ടുമായിരിക്കും കേട്ടോ. അങ്ങനെ മീൻസ് ലൈക്കും കമൻറ്റും ഷെയറും ഉണ്ടെങ്കിൽ ഇനി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് ഡിയർ, അതിനെന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഞാനൊരു വീഡിയോ ഇടാൻ കേട്ടോ. എപ്പോഴും ഞാൻ ഓർക്കും അത് ചെയ്യണമെന്ന്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്.
ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് കാണിക്കുന്നില്ല. അടുത്തത് എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനൽ FB മോണിറ്റൈസേഷൻ റെസ്ട്രിക്റ്റ് ആയി. കയറി നോക്കിയിട്ട് കണ്ടൻറ്റ് വയലേഷൻ അല്ല, കോപ്പിറൈറ്റും അല്ല, വയലേഷൻ എന്ന് മാത്രം റിക്വസ്റ്റ് അയച്ചു, പ്രതികരണം വന്നിട്ടില്ല. എന്താണെന്ന് അറിയുന്നില്ല. എന്ത് ചെയ്യും? ചാനലിലിടുന്ന GK ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ടൈം മണിയോ ഈ പ്രൊഫൈൽ എഴുതുന്ന വീണ്ടും ഒരു പക്ഷേ അത് തന്നെയായിരിക്കും കാര്യം കേട്ടോ. സെയിം ടൈറ്റിലും തംബ്നെയിലും അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രോബ്ലം ഉണ്ടാകും. അപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ടൈറ്റിൽ മാറ്റി കൊടുക്കണം. ഞാനാണെങ്കിലും റീൽസ് ഒക്കെ ഇടുമ്പോൾ എൻ്റെ പാട്ടുകൾ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുമ്പം എനിക്ക് അവിടുന്ന് മീൻസ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു മിക്കതിനകത്തും കാരണം ഞാൻ അതിനകത്ത് അങ്ങനെ മീൻസ് റീൽസ് ഇടുമ്പോൾ ഞാൻ അങ്ങനെ ടൈറ്റിൽ അധികം കൊടുക്കാറില്ല. വെറുതെ മലയാളം സോങ്, കവർ സോങ്, ഇങ്ങനെ കുറേ ഹാഷ് ടാഗുകൾ മാത്രം കൊടുക്കുമായിരുന്നു. അപ്പം എപ്പോഴും സെയിം ടൈറ്റിലും ഇതും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം ടൈറ്റിലും തംബ്നെയിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. എന്നാ ചാനലാണെന്ന് പറയാം, GK എന്നൊക്കെ പറയുമ്പോൾ സെയിം തന്നെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ടൈറ്റിലൊക്കെ കൊടുക്കുന്നത്. തംബ്നെയിലാണെങ്കിലും സെയിം പാറ്റേൺ, സെയിം സാധനം തന്നെ കൊടുക്കുന്നുണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തംബ്നെയിൽ ഉണ്ടാക്കുമ്പോൾ ചേഞ്ചസ് ആക്കുക, ടൈറ്റിലും ചേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ ഇത് വന്നിരിക്കുന്നത്. കാരണം വയലേഷൻ ഒന്നും കാണിക്കുന്നില്ല, കോപ്പിറൈറ്റും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നും സംശയിക്കാനില്ല, ഇത് മാത്രമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ. റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഒന്നും നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് റിപ്ലൈ വരത്തില്ല കേട്ടോ, അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കരുത്. പിന്നെ ഫേസ്ബുക്കിലെ ലോങ് വീഡിയോ റീൽസ് ചെയ്യാൻ പറ്റുമോ? ഫേസ്ബുക്കിലെ ലോങ് വീഡിയോയിൽ എങ്ങനെയാണ് റീൽസ് ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിന്നും റീൽസ് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ വേണമെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് വെച്ചിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതേ ആൻസർ കിട്ടുന്നതായിരിക്കും കേട്ടോ. അടുത്തത് ഫേസ്ബുക്കിലെ കണ്ടന്റ് CC എന്ന മഞ്ഞ കളറിൽ എന്താണ് കൊടുത്തേക്കുന്നത്? CC എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് നമ്മൾ ക്യാപ്ഷൻ ഇടുന്നതിനെ കുറിച്ചിട്ടാണ് ആണ് കേട്ടോ. നമ്മളുടെ വീഡിയോയ്ക്ക് ക്യാപ്ഷൻ കൊടുക്കാം, പിന്നെ പല ലാംഗ്വേജിലൊക്കെ ഉള്ള ക്യാപ്ഷൻ കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒത്തിരി പേര് എങ്ങനെ ചോദിക്കും, ഇതിന് കോപ്പിറൈറ്റ് അങ്ങനെ വല്ലതും ആണോ? ഈ യെല്ലോ കളറിൽ കാണുന്നുണ്ട്. പിന്നെ ഈ യെല്ലോ റെഡും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഭയങ്കര ടെൻഷൻ. എന്തെങ്കിലും ഇഷ്യൂ ആണോ, നമ്മുടെ പേജിന് എന്തെങ്കിലും പ്രോബ്ലം വരുന്നതാണോ? അങ്ങനെയൊന്നും പേടിക്കേണ്ട കേട്ടോ. ഫേസ്ബുക്ക് സ്റ്റാറിനെ കുറിച്ച് ഒരാൾ ചോദിക്കുന്നുണ്ട്. അക്കൗണ്ട് നമ്പർ എല്ലാം കൊടുത്തു ഇന്നലെ, ഇനി സ്റ്റാർ ഓപ്പൺ വരണോ എന്ന് ചോദിക്കുന്നത്. സ്റ്റാറിൻ്റെ എലിജിബിൾ ആയി എന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് സ്റ്റാറിനോ എന്തിന് മീൻസ് ഇൻസ്ട്രീമിനാണോ, റീൽസിനാണോ, ബോണസിനാണോ, എന്തിനാണോ നമ്മുടെ പേജ് എലിജിബിൾ ആയിരിക്കുന്നത് അതിൻ്റെ സെറ്റപ്പ് വരും കേട്ടോ. അത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പോൾ നോട്ടിഫിക്കേഷന് മെയിൽ വരും, ചിലപ്പോൾ അത് വരത്തുമില്ല. നിങ്ങളെപ്പോഴും ഡാഷ്ബോർഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഇതിൻ്റെ അപ്ഡേറ്റ്സ്, മോണിറ്റൈസേഷൻ അപ്ഡേഷൻ എല്ലാം വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പേജിൻ്റെ ഡാഷ്ബോർഡ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുക. ഓക്കെ. പിന്നെ കൂടുതൽ വീഡിയോസ് ഇട്ടാൽ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ പോകുമോ എന്ന് ഞാൻ ഇട്ടേക്കുന്നതിൻ്റെ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കുന്നതിനകത്ത് നിതിൻ ചോദിച്ചു. അന്നേരം ന്യൂസുകാരുടെയോ ന്യൂസ് ചാനലുകളുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ന്യൂസ് ചാനൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റയിൽ ഒരാൾ വന്ന് സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു. ന്യൂസ് ചാനലിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര വീഡിയോ ഇടാനുള്ള പെർമിഷൻ ഉണ്ട്. ബിക്കോസ് ന്യൂസ് ചാനലുകാർക്കെന്ന് പറഞ്ഞാലും ലൈസൻസ്ഡ് ആണ് കേട്ടോ. അവർ ന്യൂസ് ചാനലെന്ന് പറഞ്ഞിട്ട് തന്നെ അവരെടുത്തേക്കുന്നത്. നമ്മളെപ്പോലെ പേഴ്സണൽ ബ്ലോഗ് അങ്ങനെയല്ല. ന്യൂസ് ചാനലിൻ്റെയൊക്കെ ലൈസൻസ്ഡ് ആയിരിക്കും. ഫേസ്ബുക്കിലെ ലൈസൻസ് അവർക്ക് കാണാം. അവർക്ക് അതുകൊണ്ട് എന്ത് വീഡിയോ ഇടുന്നുണ്ടോ, കോപ്പിറൈറ്റഡ് വീഡിയോ ഇടുന്നുണ്ടോ, റീയൂസ്ഡ് കണ്ടന്റ് ഇടുന്നുണ്ടോ ഒന്നും അവർക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു പേജിനെ ന്യൂസ് പേജായിട്ട് മാറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാധാരണ ആൾക്കാർക്ക് കിട്ടുന്ന റവന്യൂ അവർക്ക് കിട്ടത്തില്ല. ദാറ്റ് മീൻസ് ഒരു വീഡിയോയ്ക്ക് അവർക്ക് നമ്മളെക്കാൾ റവന്യൂ കിട്ടുമായിരിക്കാം. പക്ഷേ നമ്മൾക്ക് ചിലപ്പോൾ ഒരു വീഡിയോയ്ക്ക് $10 കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് $1-2 കിട്ടത്തുള്ളായിരിക്കും. കാരണം ന്യൂസ് ചാനലുകൾക്ക് റവന്യൂ സാധാരണ ചാനലുകളെ വെച്ച് നോക്കിയാലും കുറവാണ് കേട്ടോ. യൂട്യൂബിലെ കാര്യം എനിക്ക് വലുതായിട്ട് അറിയത്തില്ല, പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനെയാണ്. യൂട്യൂബിൽ അങ്ങനെ തന്നെ ആകാനായിരിക്കും സാധ്യത. കാരണം ഇത്രയും കണ്ടിന്യൂസ് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പം റവന്യൂ കുറയാനാണ് സാധ്യത. അല്ല, അവർക്കും റവന്യൂ കുറയുമായിരിക്കാം. പക്ഷേ ഫേസ്ബുക്കിൻ്റെ അങ്ങനെയാണ്. ഫേസ്ബുക്കിൻ്റെ ന്യൂസ് ചാനലുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് റവന്യൂ കുറവാണ്. പക്ഷെ അവർക്ക് ഏത് വീഡിയോയും എത്ര വീഡിയോയും ഇടുന്നുണ്ട്, ഒരു റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വേണ്ട. അടുത്ത മോണിറ്റൈസേഷൻ റിവ്യൂ ഫസ്റ്റ് ടൈം റിജക്റ്റ് ആയി. ആഫ്റ്റർ 2 months കോപ്പിറൈറ്റ് മ്യൂസിക് ഉണ്ടായിരുന്നു. എഗെയിൻ സബ്മിറ്റ് ഫോർ റിവ്യൂ ആഫ്റ്റർ 7 days സ്റ്റിൽ ഈസ് ഓൺ റിവ്യൂ. ഇപ്പോൾ 2 months ആവുന്നു. ഹൗ ടു സോൾവ് ദിസ്? 10K ഫോളോവേഴ്സ് ആൻഡ് അത്യാവശ്യം വ്യൂസ് ഉണ്ട്. ബട്ട്
മുമ്പ് എപ്പോഴും ഇട്ട റീൽ സ്പാമിൽ അഗൻസ്റ്റ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്നാണ്. ബട്ട് ഈ പോസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഇങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യും. ഈ പോസ്റ്റ് ഇങ്ങനെ സപ്പോർട്ട് ഇൻബോക്സ് അലേർട്ടിൽ കിടക്കുന്നത് കൊണ്ടാണോ റിജക്റ്റ് ആയത് അറിയില്ല. ആ സപ്പോർട്ട് ഇൻബോക്സ് എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ സപ്പോർട്ട് ഇൻബോക്സിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതോ നിങ്ങളൊരു കാര്യം ചെക്ക് ചെയ്യണം, അത് ഫേസ്ബുക്ക് ഓൾറെഡി റിമൂവ് ചെയ്തോ നിങ്ങളുടെ കണ്ടന്റ് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി ചിലപ്പോൾ ഫേസ്ബുക്ക് ആ കണ്ടന്റ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാലാണ് പ്രശ്നം. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം, കുറേ നാൾ വെയിറ്റ് ചെയ്തതിലേ പറ്റും ഈ സ്ട്രൈക്ക് വന്നാൽ. കോപ്പിറൈറ്റ് റീയൂസ്ഡ് കണ്ടന്റോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ പേജിൻ്റെ കാര്യങ്ങളൊക്കെ സോൾവ് ആക്കി എടുക്കാം. 2 മാസം 3 മാസത്തിനകം എങ്ങനെയായാലും എടുക്കാം. പക്ഷേ ഈ സ്ട്രൈക്കോ ഇങ്ങനെ ഫേസ്ബുക്ക് നമുക്ക് നമ്മുടെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേഷൻ വന്നിട്ട് ഫേസ്ബുക്ക് എന്തെങ്കിലും വീഡിയോ റിമൂവ് ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, നന്നായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ചല്ല, നന്നായിട്ട് നമ്മൾ ക്ഷമ വേണം. നന്നായിട്ട് വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പേജിൻ്റെ കറക്ഷനൊക്കെ മാറി ശരിയായി വരത്തുള്ളൂ. പക്ഷേ ഈ സപ്പോർട്ട് ഇൻബോക്സിൽ കിടക്കുന്നിടത്തോളം കാലം അത് ശരിയായി വരാനും സാധ്യത കുറവാണ്. സപ്പോർട്ട് ഇൻബോക്സിൽ നിങ്ങൾ പോയിട്ട് അത് ഏത് കണ്ടന്റ് ആണെന്നുള്ളത്, കാരണം 3 മാസം കഴിയാലേ അത് പോകത്തുള്ളൂ. ഒരാൾ നമുക്ക് വേണ്ടി സ്ട്രൈക്ക് തന്നാണെന്നുണ്ടെങ്കിൽ 3 മാസം കഴിയുമ്പോൾ അത് ഓട്ടോ ഡിലീറ്റ് ആയി പോവും കേട്ടോ. അങ്ങനെ പേടിക്കണ്ട. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. അടുത്ത അജ്മൽ ചോദിക്കുന്ന, ഐ എം എ യൂട്യൂബർ, ഞാനൊരു FB പേജ് തുടങ്ങാൻ ഡൗട്ടുണ്ട്, നമ്പർ ഒന്ന് പറയുമ്പോൾ വാട്സപ്പ് കുറേ നോക്കി എവിടെയും നമ്പർ കണ്ടില്ല. നമ്പറൊന്നും അങ്ങനെ ഞാൻ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നും എനിക്കിരുന്ന് പറയാനും സമയമില്ലേ. കാരണം ഫേസ്ബുക്ക് എനിക്ക് വാട്സപ്പിൽ വന്നോ ഇൻസ്റ്റയിൽ വന്നോ ഒന്നും ഐ എം റിയലി സോറി. ഇപ്പം തന്നെ ഇഷ്ടംപോലെ ഇങ്ങനെ കമൻസാണ് വരുന്നത്. അപ്പം അങ്ങനെയും കൂടെ എനിക്ക് ഇരുന്ന് പറഞ്ഞു തരാനുള്ള സമയമില്ല. ഇവിടെ ചോദിച്ചാൽ മതി എന്നാ ഡൗട്ട് എന്ന് വെച്ചാൽ കേട്ടോ. റിനി, എൻ്റെ FB ലോങ് വീഡിയോയിൽ ഏണിംഗ് ഉണ്ട്, പക്ഷേ റീൽസ് ഇതുവരെ റെസ്ട്രിക്റ്റ് മാറിയിട്ടില്ല. എല്ലാ റീൽസും ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു റീൽസ് ഇല്ല. എന്താ ചെയ്യുക, റീൽസ് ഇടാൻ തോന്നുന്നില്ല. പിന്നെ ഇൻസ്റ്റാ റീൽസ് മോണിറ്റൈസ് ഉണ്ടോ, റവന്യൂ കിട്ടുമോ, ആഡ്സ്? റിനി, എൻ്റെ FB ലോങ് വീഡിയോ ഏണിംഗ് ഉണ്ട്, പക്ഷേ റീൽസ് ഇതുവരെ റെസ്ട്രിക്റ്റ് മാറിയിട്ടില്ല. റീൽസ് റെസ്ട്രിക്റ്റ് മാറിയെന്ന് പറഞ്ഞാൽ എന്നാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തതെന്നുള്ളത് ഓർക്കണം. അതിൻ്റെ റെസ്ട്രിക്ഷൻ മാറും. കുറച്ച് ദിവസം കൂടെ ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഒരു 3 മാസം എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തല്ലോ. ഏറ്റവും കുറഞ്ഞ 3 മാസം നമ്മൾ വെയിറ്റ് ചെയ്യണം. 3 മാസം വെയിറ്റ് ചെയ്ത് അവർ വീണ്ടും നമ്മുടെ ഇതിനകത്തൊന്നും ഇല്ലാന്ന് ഇപ്പോൾ ഉറപ്പായല്ലോ. അങ്ങനെയാണെങ്കിൽ റിവ്യൂ കൊടുക്കുക. റിവ്യൂ കൊടുത്തു കഴിയുമ്പോൾ ഫേസ്ബുക്ക് തന്നെ നമുക്കതിന് റിപ്ലൈ തരും. ശരിയാകും കേട്ടോ, അതിനെ വിഷമിക്കേണ്ട. പിന്നെ ഇൻസ്റ്റയിലൊക്കെ റീൽസ് മോണിറ്റൈസേഷൻ ഉണ്ട് ആക്ച്വലി. കാരണം ഞങ്ങൾക്കിവിടെ UAE ഇതുവരെ ഇൻസ്റ്റാ മോണിറ്റൈസേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനില്ല. ഇപ്പം നമുക്ക് ഇവിടെ ആണെങ്കിൽ സെൻഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് അത് പറഞ്ഞിരുന്നത്? എനിക്ക് ആക്ച്വലി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഇവിടെ എപ്പോഴെങ്കിലും മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റയെക്കുറിച്ചുള്ള വീഡിയോയും കൂടെ ഇടുന്നതായിരിക്കും കേട്ടോ. ഹലോ ചേച്ചി, ഒരു സംശയം. നമ്മൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അതേ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ മോണിറ്റൈസേഷൻ ആവില്ലേ? പ്ലീസ് റിപ്ലൈ ചേച്ചി എന്ന് പറയുന്നത് CM സൽമ. ഇത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇനി എനിക്കൊന്ന്, ഹലോ ചേച്ചി, സംശയം. യൂട്യൂബിലിടുന്ന വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അതേ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലും 2 യൂട്യൂബ് വയ്ക്കുന്നത്. അപ്പോൾ അതേ വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്താലെന്നായിരിക്കാം ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ തന്നെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ 1-2 കാര്യം ശ്രദ്ധിക്കേണ്ട, അതൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. 1-2 കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാലും, ചിലപ്പോൾ ഫേസ്ബുക്ക് നിങ്ങൾ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ നല്ലാത്ത കണ്ടന്റുകളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയും മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ആണെങ്കിലും പോളിസി ക്രൈറ്റീരിയകളൊക്കെ ആണെങ്കിലും ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ ഫേസ്ബുക്കിൽ ഉണ്ടാക്കുന്ന പാട്ടുകൾക്ക് യൂട്യൂബിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2 ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്, 2 പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും കോപ്പിറൈറ്റ് കണ്ടന്റ് ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തില്ല. കാരണം മ്യൂസിക്കാണ് മെയിനായിട്ട് വരുന്നത്. യൂട്യൂബിലുള്ള മ്യൂസിക് ചിലപ്പോൾ ഫേസ്ബുക്കിൽ റെസ്ട്രിക്ഷൻ ഉണ്ടാകാം. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ എത്രയും കമൻറ്റുകൾ വായിക്കുന്നത്. ഇൻസ്റ്റഗ്രാം ആഡ്സ് എലിജിബിൾ ആണെന്ന് കാണിക്കുന്നതിന്, ബട്ട് ആഡ്സ് കാണിക്കുന്നതിന് എന്തുകൊണ്ടായിരിക്കും? ഇൻസ്റ്റഗ്രാം ആഡ്സ് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ആഡ്സ് കാണിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ പേജിൽ നിന്ന് തന്നെ നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും. വേറെ ആരെങ്കിലും കൊണ്ട് നോക്കിച്ചാൽ ആഡ് കാണിക്കും. പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മളിപ്പോൾ കാണിച്ചു അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഉടനെ കാണണമെന്നില്ല. ഡിപ്പെൻസ് ഓൺ ആണ് കേട്ടോ.
എപ്പോഴെങ്കിലും ഫേസ്ബുക്കിന് നമ്മുടെ വീഡിയോയിൽ ആഡ് കാണിക്കണമെന്ന് തോന്നിയാൽ അവർ കാണിക്കും. അപ്പം അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ ആഡ്, മിഡിൽ ആഡ്, ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ആഡ്, ഇതൊക്കെ ആഡ്സ് എങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്കിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു വീഡിയോ, ചിലരുടെയൊക്കെ നമ്മൾ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പം ആദ്യം ആഡ് കാണിക്കും, ചിലരുടെയൊക്കെ കാണിക്കുമ്പം മിഡിലായിട്ട് കാണിക്കും, ചിലരുടെ എൻഡിൽ കാണിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആഡ്സ് കാണിക്കുന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇന്ന് ഇത്രേ കമൻറ്റേ വായിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കുറച്ചൊക്കെ പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിലീസ്. ബൈ ബൈ.